അദ്ദേഹമാണ് ഡോക്ടർ രാജശേഖർ. ഡോക്ടർ നമ്മളെ സഹായിക്കുമെന്ന് ഉറപ്പുണ്ടോ? പോയി നോക്കാം. ഓക്കെ. ഇവിടെ ഇപ്പോ 2 പേര് വന്നിട്ടുണ്ട്. അവരാണെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, ഞാൻ ചെയ്യാം. ഇതിൽ ആരാണ് ജോൺ? ഞാനാണ് ജോൺ. ഞാൻ സജി. ഓ, ഇരിക്കൂ. പറയൂ, ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്? ഡോക്ടറിന്റെ ഒരു പേഷ്യന്റിനെ കുറിച്ച് ഞങ്ങൾക്ക് ചിലതൊക്കെ അറിയാനുണ്ട്. അർഷാദിനെ കുറിച്ചാണോ? അതെ. നിങ്ങളുടെ ഓഫീസർ എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് അമൃത എന്നൊരു പെൺകുട്ടി തന്റെ കോളേജിൽ വെച്ച് ആത്മഹത്യ ചെയ്തിരുന്നു. സാർ കേട്ടിട്ടൊന്നും അറിയില്ല. ചിലർ പറയുന്നു അത് പ്രണയനൈരാശ്യം കൊണ്ടാണെന്ന്. പക്ഷെ മറ്റു ചിലർ പറയുന്നത് താൻ ആഗ്രഹിച്ച കോഴ്സിന് സീറ്റ് ലഭിക്കാത്തതുകൊണ്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്തതാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞങ്ങൾക്ക് തോന്നുന്നു ആ കുട്ടിയുടെ മരണത്തിന് പുറകെ സാറിന്റെ പേഷ്യന്റ് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന്. മനസ്സിലായില്ല. പറയാം സാർ. അതിനു മുമ്പ് അർഷാദിനെ കുറിച്ച് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ചോദിച്ചോളൂ. അയാളെ കുറിച്ച് എന്താണ് അറിയേണ്ടത്? അർഷാദ് മേത്തപ്പിടിക്കലെന്ന അർഷാദിനെ കുറിച്ച് സാറിന് എന്തൊക്കെ അറിയാമോ അതെല്ലാം. ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പാണ് ആത്മഹത്യാ പ്രവണത കാണിച്ചതിനെ തുടർന്ന് അർഷാദിന്റെ സുഹൃത്തുക്കൾ അയാളെ വിടുവിക്കുന്നു. അന്ന് ഞാൻ അയാളിൽ നിന്ന് മനസ്സിലാക്കി അയാൾ എന്നോട് പറഞ്ഞതുമായ കാര്യം. നിങ്ങൾ പറഞ്ഞ പോലെ അർഷാദ് മേത്ത പഠിക്കൽ അർഷദ് മേത്തയായ കഥ എൻ്റെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. May I come in, sir? അർഷാദ് ഇരിക്കാൻ വരട്ടെ. Sir? വാട്ട്സ് ഹാപ്പനിങ് അർഷാദ്? Sir? ഒരാഴ്ച മുമ്പ് ദുബായിൽ പോയ ക്ലയന്റിന്റെ എഗ്രിമെന്റ് എങ്ങനെ സൈൻ ചെയ്ത് അപ്രൂവലാക്കി? ആ ക്ലയന്റ് എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴാ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. ഇത് സ്വയം ചെയ്താണെന്ന് മനസ്സിലായി. താൻ ഇവിടെ ജോയിൻ ചെയ്തതിൽ പിന്നെ 2 തവണ ഞാൻ തന്നെ തനിക്ക് വാർണിംഗ് തന്നിട്ടുണ്ട്. ഇനി ഈ സ്ഥാപനത്തിൽ തന്റെ സേവനം ആവശ്യമില്ല. യു ആർ ടെർമിനേറ്റഡ്. ഗെറ്റ് ഔട്ട്. Sir? ഗെറ്റ് ഔട്ട്. So. അർഷാദേ, എന്ത് നോക്കിയിരിക്കുക? കളിക്ക്. അങ്ങനെ ആ ജോലിയും പോയല്ലേ? ദേ ഇരിക്കുന്ന വേറൊരുത്തൻ ഒരു കോഫി ഷോപ്പ് തുടങ്ങിയതാ. 2 മാസം കൊണ്ടത് പൊട്ടിച്ചേ. അല്ല, അടുത്തതെന്താ നിങ്ങളുടെ പ്ലാൻ? വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം. പിന്നെ ഓരോ ഫ്രോഡ് കാണിച്ച് കുറച്ച് കാശുണ്ടാക്കാനാണ് പ്ലാൻ? അതോ എന്തെങ്കിലും ചെറിയ പണിയെടുത്ത് കോടീശ്വരന്മാരാകാനുള്ള ബിസിനസ്സോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൂടെ നിൽക്കെങ്കിൽ എന്റെ കയ്യിലൊരു ബിസിനസ് ഉണ്ട്. എന്ത് ബിസിനസ്? ഇന്നത്തെ കാലത്ത് പണമുണ്ടാക്കാൻ പറ്റിയ മെയിൻ ബിസിനസ് എഡ്യൂക്കേഷൻ. എന്ത്? മനസ്സിലായില്ല. പറയാം. ഫോർ എക്സാമ്പിൾ, 5-6 കോളേജുകളിലെ മാനേജ്മെന്റ് സീറ്റ് മൊത്തം നമ്മൾ വാങ്ങുന്നു. നമ്മൾ പറയുന്ന സ്റ്റുഡൻസിന് അവരുടെ പാരന്റ്സിൽ നിന്ന് മാനേജ്മെന്റ് അവർ പറയുന്ന ഡൊണേഷൻ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. നമുക്കതിന്റെ കമ്മീഷനും കിട്ടും. പക്ഷേ കമ്മീഷൻ മാത്രം മതിയാ? നമ്മുടെ അടുത്ത ലക്ഷ്യം മാനേജ്മെന്റിലെ ആൾക്കാരെ എങ്ങനെ കയ്യിലെടുക്കാം എന്നാണ്. ആദ്യം
മാനേജ്മെന്റ് സെക്രട്ടറിമാരായിട്ട് നമുക്കൊരു മീറ്റിംഗ് വെക്കണം. അല്ല, അവര് ഈ ഡൊണേഷൻ വാങ്ങി സീറ്റ് കൊടുക്കുന്നത് സ്ഥിരം ചെയ്യണതല്ലേ? അപ്പോ നമ്മള് ത്രൂ ചെയ്യുമ്പോൾ അവർക്ക് എന്താ ബെനിഫിറ്റ്? ബെനിഫിറ്റ് ഉണ്ട് സാർ. നിങ്ങൾ ഇപ്പോൾ ഒരു കോഴ്സ് നിന്ന് വാങ്ങുന്ന ഡൊണേഷൻ എമൗണ്ടിനേക്കാളും ഞങ്ങൾ കൊണ്ടുവരുന്ന ക്ലയന്റ് തരും. ചുരുക്കി പറഞ്ഞ നിങ്ങളുടെ വിഹിതം കൂടും. അജി സാറ് വരില്ലേ? ഞാൻ കുറെ നേരം വിളിച്ചു, കിട്ടണില്ല. അതിന് നമ്മള് പേരൻസിനെ കൺവിൻസ് ചെയ്യണ്ടേ? ഇതിനാദ്യം നമ്മുടെ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഇല്ലേ, അത് രണ്ടാമത് റീഓപ്പൺ ചെയ്യണം. സാറേ, എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷെ എൻ്റെ മോൾ എന്നെ പോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണത്. ഉള്ള എല്ലാം വിറ്റ് പുറക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. എൻ്റെ മോളുടെ ഓരോരോ ആഗ്രഹം ഈ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടണമെന്ന്. എന്നാലും സാറ് പറഞ്ഞത്രയ്ക്ക് പൈസ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും കുറച്ച് പൈസ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എൻ്റെ മോളുടെ അഡ്മിഷൻ ഒന്ന് ശരിയാക്കി തരണം. അമൃത എന്നല്ലേ മോളുടെ പേര്? ഫോമൊക്കെ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സാർ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. മോള് പഠിച്ച സാറിനല്ലേ ഗുണം. സാർ ധൈര്യമായിട്ട് പോണം. പിന്നെ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. പാരന്റ്സ് തരുന്ന കാശ് നമ്മൾ ക്യാഷ് ആയിട്ടല്ല വാങ്ങാം, ചെക്കായിട്ടാകും വാങ്ങാം. അത് നമ്മുടെ പഴയ ട്രസ്റ്റിന്റെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും. അതെന്തിനാ ആ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണേ? ട്രസ്റ്റ് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴേ അതിന് പ്രത്യേകിച്ച് സോഴ്സ് ഒന്നും കാണിക്കണ്ട. അത് മാത്രമല്ല, നമുക്ക് എപ്പോഴും വിഡ്രോയും ചെയ്യാലോ. അതെ, ഞങ്ങളെങ്ങനെ വിശ്വസിക്കും? അത് ശരിയാ. ആ പണം നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ഉറപ്പ്? നമ്മളൊക്കെ ഇനിയും കാണേണ്ടവരല്ലേ സാറേ? നിങ്ങളെയൊക്കെ വെറുപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഈ സ്ഥാപനം നടത്തി കൊണ്ടുപോകാൻ പറ്റുമോ ഇവിടെ? അത് മാത്രമല്ല, ലക്ഷക്കണക്കിന് കാശ് നിങ്ങൾക്ക് തരുന്നല്ലേ. അപ്പൊ ഞങ്ങളുടെ സ്റ്റുഡൻസിന് സീറ്റ് കിട്ടുമെന്ന് ഞങ്ങൾക്കൊരു ഉറപ്പ് വേണ്ടേ? സീറ്റ് ഞങ്ങൾ റെഡിയാക്കി തരും. ഞങ്ങളാരും പറ്റിക്കുന്നവരൊന്നല്ല. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ കൺസൾട്ടൻസിയുടെ പേരിൽ കുട്ടികൾക്കായി ഒരു കരിയർ ഗൈഡൻസ് സെമിനാർ നടത്തും. അവിടെ വെച്ച് നമ്മൾ അഡ്മിഷൻ നടത്തും. ആദ്യം നന്നായിട്ടേ പ്ലാൻ ചെയ്യണം നമുക്ക്. അപ്പൊ നെക്സ്റ്റ് സെമിനാർ ഹാൾ. ആദ്യം നമ്മുടെ കൂട്ടത്തിൽ 2 പേർ പാരന്റ്സിനെയും കുട്ടികളെയും സ്വീകരിക്കാൻ താഴെ ഇരിക്കുന്നുണ്ടാകും. അഡ്മിഷൻ എടുക്കാൻ വന്നവർക്ക് പ്രത്യേക ടോക്കണും ഐഡി നമ്പറും അവർ കൈമാറും. അതുമായി പാരന്റ്സ് മുകളിലേക്ക് വരും. അവിടെ നമ്മളും മാനേജ്മെന്റുകാരും കോളേജ് അടിസ്ഥാനത്തിൽ ഇരിക്കുന്നുണ്ടാകും. അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നു, ചെക്ക് കൈമാറുന്നു. സിമ്പിൾ. ഇതൊന്ന് ഫില്ല് ചെയ്തോളൂട്ടോ. എന്റെ മോളുടെ അഡ്മിഷൻ ഓക്കെ അല്ലേ? സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട. മോള് അവൾക്ക് ഇഷ്ടമുള്ളത്ര പഠിക്കട്ടെ. അഡ്മിഷൻ ഉറപ്പാണ്. ഓക്കെ അല്ലേ? വിഷമമൊന്നുമില്ല. ഇത്ര ലക്ഷങ്ങൾ ഡൊണേഷൻ തന്ന് പഠിപ്പിക്കുന്നതല്ലേ. അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ആ പണം തിരിച്ചു മേടിക്കാൻ എനിക്കറിയാം. ഇതും ചെക്കും കൂടിയിട്ട് അവിടെ കൊടുത്താൽ മതി. അജി സാറേ, സാറിന്റെ കോളേജിലാ. ആ വരൂ വരൂ വരൂ. ആ ഫോമൊക്കെ ഫിൽ ചെയ്ത് താഴെ കൊടുത്താൽ മതി. അല്ല, ചെക്ക്. പേന എഴുതിക്കോളൂ. താങ്ക് യു.
5 4 3 2 6. അപ്പൊ നമ്മൾ പണക്കാരാകൂലേ? അപ്പോൾ ഇനി നമ്മൾ കേറ്. എന്തായി? പറഞ്ഞ എന്റെ വക്കീലെ, എന്തെങ്കിലും നടക്കൂ? കയ്യിലുണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപ നിങ്ങൾ കണ്ണി കണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് കൊണ്ട് കളഞ്ഞിട്ട് ഇനിയിപ്പോ പിള്ളേർക്ക് സീറ്റ് കൊടുക്കണ്ട? ഇനിയിപ്പോ ഒരു രക്ഷിതാക്കൾ വെറുതെ ഇരിക്കൂ? അല്ല, ഞങ്ങൾ അവരെ വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോ കണ്ണി കണ്ട ഹിന്ദിക്കാരാണ് അവിടെ ഫോൺ എടുക്കുന്നത്. ഞങ്ങളുടെ എത്ര കാശ് അവരെ കയ്യിൽ പെട്ടെടുക്കണേന്നറിയോ? അവർ ശരിക്കും ഞങ്ങളെ മൂഞ്ചിച്ചെന്ന് തോന്നുന്നു അല്ലേ? എന്തെങ്കിലും നമുക്ക് പൈസ കിട്ടുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടാ? ഇനി എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ഒരു വഴിയുണ്ടെന്ന് നോക്കാന്ന് മാത്രം. മൂഞ്ചിയില്ലേ? ഞാൻ മനസ്സിലാക്കിയെടുത്തു, അർഷാദ് സ്കിസോഫ്രേനിയ എന്നൊരു മാനസികാവസ്ഥയിലാണ്. പൂർണ്ണമായും മിഥ്യാധാരണകളാൽ ഒറ്റപ്പെട്ടൊരു ലോകമാണ് അയാളുടേത്. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞ ആ പെൺകുട്ടിയുടെ മരണത്തിൽ താനും അറിയാതെ കാരണമായേക്കാം എന്ന് കരുതി ആ ഷോക്കിൽ മേ ബി ഉണ്ടായതാകാം. സ്കിസോഫ്രേനിയയുടെ ആക്റ്റീവ് സ്റ്റേജിലാണ് അദ്ദേഹം. വളരെ അപകടകരമായ അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോ ഒത്തിരി ബെറ്ററാണ്. ആത്മഹത്യാ പ്രവണത ഒന്നും തന്നെ അപ്പോഴില്ല. പക്ഷേ എപ്പോഴും ഒപ്പം ആരെങ്കിലും ഉള്ളതുപോലെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇതില് ഡോക്ടർക്കറിയാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. അമൃത മരിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ അമൃതയുടെ അച്ഛനും മരണപ്പെട്ടു, അതും ട്രെയിനിന് തലവെച്ച്. അതിനുശേഷം അർഷദ് സാറിനോട് പറഞ്ഞ കഥയിലെ ആ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള അജി, അലക്സാണ്ടർ, ജേക്കബ്, സിദ്ദിഖ്, സജിദ് ഇവരും മരണപ്പെട്ടു. സെയിം സൂയിസൈഡ്. ഇനി പറയൂ സർ, ഞങ്ങൾ എങ്ങനെയാണ് അർഷദിനെ സംശയിക്കാതിരിക്കുക? സാറിന്റെ പേഷ്യന്റ് അർഷദ് ഒരു സ്കാം കാരണം ജീവിതം നഷ്ടപ്പെട്ടവനാണോ, അതോ ആ സ്കാം നടത്താൻ വേണ്ടി ജീവിക്കുന്നവനാണോ എന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. സർ, വിത്ത് യുവർ പെർമിഷൻ, ഞങ്ങൾക്ക് അയാളൊന്ന് കാണാൻ പറ്റുമോ? സോറി, നിങ്ങളൊന്ന് ഇവിടെ ഇരിക്കും, ഞാൻ അയാളെ ഒന്ന് നോക്കിയിട്ട് വരാം. സർ, ഇനിയിപ്പോൾ അർഷാദ് ശരിക്കും ഒരു മനോരോഗിയാണെങ്കിലോ? അല്ലെങ്കിൽ അയാൾ അഭിനയിക്കായിരിക്കും. ഈ ഡോക്ടർ, എനിക്ക് തോന്നുന്നു ഈ ഡോക്ടറും അയാൾക്ക് കൂട്ടുനിൽക്കുകയാണെന്ന്. അവൻ ഇനി അഭിനയിക്കുകയാണെങ്കിൽ അവനെ നമ്മൾ പൂട്ടും. അവനെ കൊണ്ടേ നമ്മൾ പോകും. അർഷദ് മേത്ത പഠിക്കില്ലെന്ന അർഷദ് മേത്തയുടെ ഫയൽ നമ്മൾ ഉടനെ ക്ലോസ് ചെയ്യും.